നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണോ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് PG ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉള്ള ആൾക്കാരാണോ, അങ്ങനെ ജർമ്മനി നല്ലൊരു ഓപ്ഷനാണ്. ആ ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഏജൻസിക്ക് ₹1 കൊടുക്കാതെ എങ്ങനെ ജർമ്മനിക്ക് പോകാന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരും. ജർമ്മനിക്ക് PG ചെയ്യാൻ പോകണമെങ്കിൽ വേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APC ആണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരു ഏജൻസിനെ വെച്ചിട്ട് ആ ഏജൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യുവേഷൻ ചെയ്യുന്നതാണ് APS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ APS ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ പോർട്ടലുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതി. മാത്രമല്ല ഇതിന് ചാർജ് വരണം എന്ന് പറഞ്ഞാൽ 18,000 രൂപയാണ് വരുന്നത്. ഈ 18,000 രൂപ അടച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മൾ അതിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കും വേണം. ഇങ്ങനെ ചെയ്തിട്ട് 4 മാസത്തിനുള്ളിൽ നമുക്ക് APS സർട്ടിഫിക്കറ്റ് തരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS നിർബന്ധമായിട്ടും വേണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് IELTS എന്തായാലും നിർബന്ധമായിട്ട് വേണം. IELTSന് നല്ലൊരു സ്കോർ മേടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് 6.5 7 കിട്ടിക്കഴിഞ്ഞാൽ നല്ല യൂണിവേഴ്സിറ്റീസിൽ കിട്ടും. നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം സ്കോർ മേടിക്കാൻ നോക്കുക. IELTS വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് PG പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിക്ക്. നല്ലൊരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പോർട്ടലിൽ കയറിയിട്ട്, അതായത് ജർമ്മനിയുടെ എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടലാണ്. ആ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാന്നാണ് ചെയ്യേണ്ട കാര്യം. യൂണിസ് എന്ന് പറഞ്ഞ ഒരു പോർട്ടലാണ്. അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ കയറി പൊതുവെ കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ 5 യൂണിവേഴ്സിറ്റികൾ വരെ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ 5 യൂണിവേഴ്സിറ്റികളിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20,000 മുതൽ 25,000 രൂപയാണ് നമുക്ക് ചിലവ് വരാറ്. ഇനി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടാന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കോഴ്സിനനുസരിച്ചിട്ട് നമ്മുടെ ഓഫർ ലെറ്റർ വരിക. അപ്പോൾ ചിലപ്പോൾ സമ്മർ ഇൻടേക്ക് ആവാം, അല്ലെങ്കിൽ ഫോൾ ഇൻടേക്ക് ആവാം. ആ ഇൻടേക്കിനനുസരിച്ചിട്ട് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം 60% കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഒരു ബ്ലോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ നമുക്ക് നമ്മുടെ ലീവിങ് എക്സ്പെൻസ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കാണിക്കണം. അതിന് നമ്മൾ ഒരു എക്സ്പയറി ചെയ്യാമെന്നും വേറെ പല പേരുകളും നമുക്ക് അതിനുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 10 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ ഷോ മണി കാണിക്കണം. ഈ പൈസ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പിൻവലിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറും ഞാൻ ഇതിന്റെ കീഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു SOP വെച്ചിട്ടുണ്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. SOP എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മളൊരു SOP വെച്ചിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. ആ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതിൽ മിക്കവാറും യൂണിവേഴ്സിറ്റി ഒരാളെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ ID തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ എപ്പോൾ ആളായിട്ട് മെയിൽ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് റെസ്പോൺസ് തരാറുണ്ട്. അപ്പോൾ ആ മെട്രിക്കുലേഷനിൽ ആ സർട്ടിഫിക്കറ്റിലെ ചെക്ക് ലിസ്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അതിൽ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് യൂണിവേഴ്സിറ്റിക്ക് അയക്കുക. ചില യൂണിവേഴ്സിറ്റീസ് അതിന് ചില ഫീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും, ചില യൂണിവേഴ്സിറ്റീസ് ലാബ് ഫീസ് ആയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപ മേടിക്കുന്ന ചില യൂണിവേഴ്സിറ്റി ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും അതിൽ പെട്ടിട്ടില്ല. അപ്പോൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത വേണ്ട സ്റ്റെപ്പ്. അതിൽ വേണ്ട ഡോക്യുമെന്റ്സിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യുക. അത് മാത്രമല്ല, ക്രെഡിറ്റിന്റെ ബേസിൽ അനുസരിച്ചിട്ട് നമ്മുടെ ടൈം ടേബിൾ സെലക്ട് ചെയ്യാന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ID കാർഡും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലും ID കാർഡിന്റെ കാര്യങ്ങളും അതിൽ ഓപ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഇനി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ്. വിസ നമ്മൾ എപ്പോഴും പ്രീമിയം വേണം എടുക്കാൻ. പൊതുവെ കുട്ടികൾ ബാംഗ്ലൂർ പോയിട്ടാണ് ചെയ്യാറുള്ളത്. ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ പ്രീമിയം ചെയ്യുന്നതിന് വേണ്ടി 2,500 രൂപ പ്രീമിയത്തിന്റെ ഫീസും വരും. ഏകദേശം 8,000 രൂപ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ഫീസും വരും. അപ്പോൾ മൊത്തം വരുന്ന ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 11,000 രൂപയിൽ താഴെയാണ് വരുന്നത്. വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 6 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിസയുടെ കാര്യം ഡിസിഷൻ നമുക്ക് കിട്ടും. 6 ആഴ്ചയ്ക്കുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടും. പൊതുവെ നമുക്ക് 2 ആഴ്ച മുകളിൽ കിട്ടാറുണ്ട്. പക്ഷേ 6 ആഴ്ച വരെ നമുക്ക് അത് പ്രതീക്ഷിക്കണം. ഇനി ജർമ്മനിലേക്ക് പോകാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ജർമ്മൻ ആവശ്യമില്ല. പക്ഷേ ജർമ്മൻ A1ഉം A2ഉം പഠിക്കുന്നത് നല്ലതാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് ചെല്ലുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലിക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം നിങ്ങളെ സഹായിക്കും. ഇതിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ വെക്കണതെന്ന് വെച്ചാൽ ഇതിന് ഏജൻസി ഫീസ് ഒന്നുമില്ലാതെ ഇതിലത്തെ എല്ലാ പ്രൊസീജിയറിലും നമ്മുടെ സഹായം ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ എക്സ്പേർട്സ് ഓരോ സമയങ്ങളിലും വേണ്ട കാര്യങ്ങളിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതിന് നിങ്ങൾ വന്നിട്ട് നമ്മളെ IELTSന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. അത് ജർമ്മനി ജോയിൻ ചെയ്താലും നമ്മൾ എല്ലാ കുട്ടികൾക്കും ഈ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കും. ഇത്രയും കാര്യം ചെയ്യുന്നതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പൈസയും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. ഇത് ആക്ച്വലി ഫ്രീ സർവീസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും തന്നിട്ടുണ്ടാവും. ഇത്രയും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിക്കാർ മേടിക്കുന്നത് 25,000 രൂപയും 50,000 രൂപയും 1 ലക്ഷം രൂപയും 2 ലക്ഷവും 3 ലക്ഷം മേടിക്കുന്ന ഏജൻസികളുണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്ര കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കാര്യങ്ങളിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എല്ലാത്തിനും ലിങ്കും കൊടുത്തിട്ടുണ്ട്. കമന്റ് ചെയ്താൽ നമ്മൾ കൃത്യമായിട്ട് മറുപടികളും തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ജർമ്മനിക്ക് പോകാനുള്ള കാര്യങ്ങൾ മനസ്സിലല്ലോ. അപ്പോൾ ജർമ്മനിക്ക് പോകാൻ റെഡി ആയിക്കോ, വേഗം ബാഗ് പാക്ക് ചെയ്തോ. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. താങ്ക് യു വെരി വെരി മച്ച്.